നമുക്കെല്ലാവർക്കും ടോട്ടലി ഉള്ള ഒരു പ്രശ്നത്തെ ഹദ്ദാദ് ഇമാം റഹിമഹുല്ലാ ചർച്ചക്കെടുക്കുന്നുണ്ട്. മാ ദവാഉ മൻ യതസാക്കലു അനിൽ ഖൈറാത്തി വയമീലു ഇല ശഹവാത്ത് മാ ഹുബ്ബിഹി ലിൽ ഖൈരി വാഹിലി വബുഅലിഹി ലിശ്ശരി വാഹിലി. ഇൽമിൻ്റെ അഹ്ലുകാരായതുകൊണ്ട് അർത്ഥം പറയേണ്ടതില്ലല്ലോ. നന്മകൾക്ക് താല്പര്യം കുറയുന്നു, അനാവശ്യങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ താല്പര്യം കൂടുന്നു. അതേ സമയത്ത് അഹ്ലു സുന്ന തന്നെയാണ്, മെമ്പർഷിപ്പും ഉണ്ട്, സ്വാലിഹ്യങ്ങളോട് ഇഷ്ടമുണ്ട്, തെറ്റുകാരോട് വെറുപ്പുണ്ട്. പക്ഷെ നമുക്കെന്താണ് അങ്ങനെ ഒരു ടെൻഡൻസി, ഒരു നരേഷൻ രൂപപ്പെട്ടത് എന്നാണ് ചോദ്യം. ഇത് നമ്മളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നൊരു പ്രശ്നത്തെയാണ് മഹാനവറുകൾ അവരുടെ കിതാബിൽ ഉദ്ധരിക്കുന്നത്. അന്നഫായിസുൽ ഉലവിയിൽ ഈ ചോദ്യോത്തരവും നമുക്ക് കാണാം. എന്താണ് ഇബാദത്തിന് ടേസ്റ്റ് കിട്ടാത്തത്? അതേ സമയത്ത് തെറ്റുകുറ്റങ്ങളോട് അല്ലെങ്കിൽ സമയം വെറുതെ കളയലിനോട് താല്പര്യം ഉണ്ട് താനും. സ്വാലിഹീങ്ങളോടുള്ള ഇഷ്ടക്കുറവില്ല, തെറ്റുകാരോട് വെറുപ്പുണ്ട് താനും. എന്നിട്ടും ഇങ്ങനെ ഒരു രോഗം വരാൻ എന്താണ് കാരണം എന്നാണ് മഹാനവറുകളോട് ചോദ്യം. അതിന് മഹാനവറുകൾ നൽകുന്ന ഉത്തരം 4 കാരണങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന്, ഇൽമിൻ്റെ കുറവാണ്. നാഫിയ ഇൽമു കൊണ്ട് അതിനെ പരിഹരിക്കേണ്ടത്. ഇൽമു നാഫിയുണ്ട്, ഗൈറു നാഫിയുണ്ട്. ഉപകാരമല്ലാത്ത ഇൽമു എനിക്ക് നൽകല്ലേ എന്നാണ് നമ്മൾ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഒരുപക്ഷെ ആ ഇൽമു നമ്മളെ നരകത്തിലെത്തിക്കും. എന്താണ് ഈ നാഫിയ ഇൽമു എന്ന് പറഞ്ഞാൽ? പഠിച്ച ഇൽമു കൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം, ബഹുമാനം, ഖശിയത്ത് ഇത് വർദ്ധിക്കുകയോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള താല്പര്യമുണ്ടാവുകയോ നന്മ ചെയ്യാനുള്ള താല്പര്യം കൂടി വരികയോ ചെയ്യുന്നതിനാണ് നാഫിയ ഇൽമു എന്ന് പറയുന്നത്. അത് അള്ളാഹുവിൻ്റെ ഒരു നൂറ് ഹൃദയത്തിൽ ലഭിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഫൽ ആലിമു ഇന്ദൽ അവാമി മൻ സഇദൽ മിമ്പർ എന്ന് മുല്ലാലിൽ ഖാരിയുടെ ഇബാറത്തിലുണ്ട്. മലയാളം വ്യൂവേഴ്സ് അല്ലെങ്കിൽ സ്വന്തം ചാനലിലുള്ളവരായിരിക്കും സാധാരണക്കാരുടെ മുമ്പിൽ വലിയ ആലിമായിട്ടുണ്ടാവുക. ഫൽ ആലിമു ഇന്ദൽ അവാമി മൻ സഇദൽ മിമ്പർ. അതല്ല, മറിച്ച് ഇപ്പം ഒരു ആലിമാണ് എന്ന് നമുക്ക് ഓഡിയൻസിനെ ബോധ്യപ്പെടുത്താൻ വലിയ പണിയൊന്നുമില്ല. ഗൂഗിൾ മീറ്റോ സൂമോ അല്ലെങ്കിൽ ലൈവൊക്കെ കിതാബ് ബേക്കിലുള്ള ഷെൽഫിൽ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ക്ലാസ് എടുത്താൽ തന്നെ കിതാബി എന്നുള്ള നിസ്ബ കിട്ടാൻ വലിയ പണിയൊന്നുമില്ല, അത് കിട്ടും. കിതാബിയാണെന്നുള്ള അതല്ലല്ലോ. ഈ കിട്ടുന്ന ഓരോ ഹർഫ് കൊണ്ടും നമുക്ക് അള്ളാഹ് എന്ന ബോധം, ഖശിയത്തിലേക്കുള്ള ഒരു ബോധം ഉണ്ടാകുമ്പോഴാണ് ആ ഇൽമു നാഫിയാവുക എന്ന് മിൻഹാജുൽ ആബിദീനിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നു. അങ്ങനെ ഇൽമു കിട്ടുമ്പോഴാണ് അയാൾക്ക് നന്മയോട് താല്പര്യം ഉണ്ടാവുക, ഇബാദത്തിനോട് ടേസ്റ്റ് ഉണ്ടാവുക. ഷെഹ്റാനി ഇമാം റഹിമഹുല്ലാ ഉദാഹരണം പറയണത്, നമുക്കൊരു നല്ല മജ്‌ലിസിൽ ഉറക്കം വരുന്നു. പെട്ടെന്ന് ഒരാൾ തട്ടിയിട്ട് പറയുന്നത് ചീരണി കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റൊക്കെ ഉറക്കം പോകണ്ടെങ്കിൽ നമുക്കെന്തോ പ്രശ്നമുണ്ടെന്ന്. ഞാൻ വേഗം ഷെഹ്റാനി ഇമാമിനെ പറയാൻ കാരണം അത് നമ്മളെ സ്വന്തം ഉദാഹരണമായാലോ വലിയ കലാഭാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അലാമാ കാല എന്ന് തന്നെ ഇബാറത്തിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്കങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇബാദത്തിന് ടേസ്റ്റ് കുറയുകയും അനാവശ്യത്തിന് ടേസ്റ്റ് കൂടുകയും ചെയ്യുന്ന രോഗത്തിലേക്ക് എത്തിയാൽ അത് അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം കളയൽ എന്ന രോഗമാണ് ഇബ്ലീസിന് ഏറ്റവും ചെറിയ തോതിൽ ഒരാളെ പിഴപ്പിക്കാനുള്ള ആദ്യഘട്ടം. അത് കിട്ടി എന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ ഇബ്ലീസ് അടുത്ത ചെയ്യുന്ന പരിപാടിയാണ് ചെറുദോഷങ്ങൾ, ദെൻ വൻദോഷങ്ങൾ, പിന്നെ ബിദ്അത്ത്, പിന്നെ കുഫ്ർ. അഹ്കാമുൽ മർജാൻ ഫി അഹ്കാമുൽ ജാനിലുണ്ടല്ലോ. ഇതാണ് ഇബ്ലീസിന്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. സമയം കളയൽ എന്ന രോഗത്തിലേക്ക് ഒരുത്തൻ കിട്ടിയോ എന്നാൽ പിന്നെ ഇബ്ലീസിന് കാര്യങ്ങൾ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകാം. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഫിഫ വേൾഡ് കപ്പ് കാലത്ത് ഈ കണ്ടന്റിന് കുറച്ചുകൂടി പ്രസക്തി ഉണ്ട് എന്നാണ് തോന്നുന്നത്. വറഗബ് അനിൽ ലുആബി വൽ മലാഹി വൽ ഇൽമു ലം യഹ്സുൽ ബിഖൽബില്ലാഹി.
മഹല്ലി ഓതിക്കഴിഞ്ഞ ഉടനെ കല്യൂബി നോക്കുന്നതിന് പകരം താഴെ കിതാബിൻ്റെ താഴെ സ്കോർ ബോർഡാണ് നോക്കുന്നെങ്കിൽ ഈ മഹല്ലി ഇമാമും നമ്മളും തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം. കോട്ടൂർ ഉസ്താദിൻ്റെ ദർസിൽ നിന്ന് ഒരാൾ, കോട്ടൂർ ഉസ്താദ് ഒരു ഇബാറത്ത് വായിച്ചിട്ട് അതിൻ്റെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ ചോദിച്ചത്രേ, ഷാരിഉൽ മുഹഖിഖ് പറഞ്ഞ വിഷയത്തിന് ഖിലാഫായിട്ട് എങ്ങനെ ഉസ്താദ് പറയണത്? അതും ഞാനും ഷാരിഉൽ മുഹഖിഖും കൂടി തീർത്തോളൂ, ഈ ഇടപെടണ്ടെന്ന് പറയാൻ മാത്രം ആധികാരികത ഉണ്ട് അവർക്ക് എന്ന് പറയും. അതിന് വലിയ ഊക്കുണ്ട് സംഭവം. കണ്ടോ? അപ്പൊ നമ്മുടെ ഇൽമ എങ്ങനെയെങ്കിലും രാഗിരാഗി എടുത്തൊന്ന് നാഫിയ ഇൽമാക്കി മാറ്റണം. ഇല്ലെങ്കിൽ ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക്കായി മാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വലിയ കടുപ്പാണ്. അതിനെ അധ്വാനിച്ച് പഠിക്കണം, മെനക്കെടണം. നവവി ഇമാം റഹിമഹുള്ളയോട് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും അബ്ദുൽ ഉസ്താദിന്റെ ദർസിലിരുന്നാൽ. ഒരിക്കലും അബ്ദുൽ ഉസ്താദ് പറഞ്ഞോർമ്മയുണ്ട്, റൂമിൽ ഉസ്താദിന്റെ അടുത്ത് ഒരു സംശയം ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ മനസ്സിലുള്ള ഏത് വിഷമം മാറാനും തെറ്റായ ചിന്തകൾ വരാതിരിക്കാനും നവവി ഇമാമിനെ മുറുകെ പിടിച്ചാൽ മതി എന്ന് ഉസ്താദിന്റെ ഒരു അനുഭവം പറഞ്ഞത് ഓർമ്മയിൽ വരികയാണ്. നവവി ഇമാമിനെ മുറുകെ പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സത്യത്തിൽ നമ്മൾ പൊതുവെ ഇൽമിൻ്റെ മേഖലയിൽ സജീവമായി നിൽക്കുന്നവരെ ആലിമീങ്ങളാക്കി നിർത്തുകയും പിന്നെ ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഇബാദത്തിൻ്റെ ഒരു ലോകത്തേക്ക് പോകുന്നവരെ മാത്രം പറയുകയും ചെയ്യുന്ന ഒരു രീതി, ഒരു നരേഷൻ നമ്മളിലുണ്ട്. ലൗലം യകുനിൽ ഉലമാഉ ഔലിയാ ലമാ കാനത്തിൽ ഇല്ലാഹി ഔലിയാ എന്ന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എഴുതി വെച്ച പോലെ ഏറ്റവും വലിയ ഔലിയാക്കൾ ഇൽമിൻ്റെ അഹ്ലുകാരാണല്ലോ. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനോട് കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ, സ്നേഹിതന്മാരിൽപ്പെട്ട ചില ആൾക്കാർ ആഖിറത്തിലെത്തിയാൽ നമ്മളെയൊക്കെ മൈൻഡാക്കണേ എന്ന് പറയുമ്പോൾ നവവി ഇമാം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എനിക്കെങ്ങാനും ആഖിറത്തിൽ വല്ല സ്ഥാനവും അള്ളാഹു തന്നാൽ എനിക്ക് പരിചയമുള്ള എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വേക്കിലുണ്ടായിരിക്കെ ഞാൻ സ്വർഗത്തിൽ പോകില്ല എന്ന്. അതൊരു പ്രതീക്ഷയുള്ള വാക്കാണ് നമ്മുടെ ജീവിതത്തിൽ. മുറുകെ പിടിക്കാനുള്ള, വസീലയാക്കാനുള്ള എല്ലാം ഉണ്ട് ആ വാക്കുകളിൽ. അത്രത്തോളം അകക്കാമ്പാണ് ആ വാക്കിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നത്. സുയൂത്തി ഇമാമിൻ്റെ അൽ മിൻഹാജുസ് സവിയ്യ് ഫീ തർജുമത്തിൽ ഇമാമിൻ നവവി റഹിമഹുല്ലാഹ് എന്ന കിതാബിലുണ്ട്. അധ്വാനിച്ചു പഠി. ഈ നവവി ഇമാമിനോട് ഒരാൾ ഗസാലി ഇമാം റഹിമഹുല്ലയുടെ വസീത്ത് എന്ന കിതാബിൽ നിന്ന് ഒരു വിഷയം നവവി ഇമാം റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചപ്പോൾ ഇയാൾ തിരിച്ചു ചോദിച്ചത്രേ, അങ്ങനെ ഗസാലി ഇമാമിൻ്റെ വസീത്തിലുണ്ടോ? അപ്പോഴാണ് നവീമാം അങ്ങോട്ട് പുറത്തേക്ക് വരുന്നത്. നവീമാം ചോദിച്ചെന്താ പറയാ, ആ തുനാസിഉനനി, എന്നോടാണോ നിങ്ങൾ തർക്കിക്കുന്നത്? വഖദ് ത്വാലഅതുഹു 400 മറ, ഞാൻ ആ കിതാബ് 400 തവണ മുഴുവൻ നോക്കിയിട്ടുണ്ട്. 10, 20, 80 പേജുള്ള ഒരു റിസാലന്റെ പേരല്ല വസീത്ത്. ചില തൊബയിൽ 18, ചില തൊബയിൽ 8, 11 വള്ളിയുള്ള തടിച്ച ബൃഹത്തായ ഗ്രന്ഥമാണ് വസീത്ത്. അത് 400 തവണ നോക്കാൻ നവീമാമിന് എന്താ മെമ്മറി കുറവുണ്ടോ? അതിനാണ് ഈ കാലം, ഈ സമയം എത്രയും ഇവിടെ ഇരിക്കുമ്പോൾ ഒക്കെ ഉസ്താദ്മാർ പറയണത് തക്കറാറ് എന്ന് പറയണത് ഇതാണ് സംഭവം. അപ്പൊ നമ്മൾ ശരിക്ക് പറഞ്ഞാൽ ഇൽമിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടോ? ഖൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് പലപ്പോഴും റബിയത്തുർ റയ്യ റളിയല്ലാഹു അൻഹു ഒരു ഇബാറത്ത് ഉദ്ധരിച്ച് ഉസ്താദ് പറയാറുണ്ട്, നമ്മുടെ മുഴുവനും ഇൽമിന് വേണ്ടി കൊടുത്താൽ ഇൽമിന്റെ എന്തെങ്കിലും സ്വല്പം നമുക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. ഇമാമിങ്ങളുടെ ഒക്കെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ, ഇബ്നുർ റിഫഅത്ത് റളിയല്ലാഹു അൻഹുവിന്റെ തല മുതൽ കാല് വരെ ഇല്ലാത്ത ഭാഗങ്ങളില്ല, രോഗങ്ങളില്ലാത്ത ഭാഗങ്ങൾ. എല്ലാ സ്ഥലത്തും രോഗങ്ങൾ, മുഴുവൻ കെണിപ്പുകൾക്കും അതിശക്തമായ വേദനയാണ്. എന്നിട്ടും കിതാബ് മുത്താല കുറക്കൂല. ഇരുന്നിട്ടും നിന്നിട്ടൊന്നും ഒരു നിലക്കും കിതാബ് നോക്കാൻ കഴിയാത്തതുകൊണ്ട് കിടന്നിട്ടാ നോക്കുക. ചിലപ്പോഴൊക്കെ തളർന്നിട്ട് കിതാബ് മുഖത്തേക്ക് വീണിട്ട് പിന്നെയും വേദന കൂടും. അദ്ദുററുൽ കാമിനയിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് എഴുതി വെക്കുന്നുണ്ട്, അവർക്ക് ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരു പാഷനാണ്, ഒരു രസമാണ്. ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാ യാത്രയിലും വഫീ യദിഹി കിതാബുൻ. ദഖായിഖുൽ കൻസിൽ നമ്മുടെ സുലൈമാൻ ഉസ്താദിന്റെ മകൻ അബ്ദുള്ള ഉസ്താദ് എഴുതി വെക്കുന്നുണ്ട് മഹല്ലി ഇമാമിനെ കുറിച്ച്. എപ്പോഴും കിതാബാണ്. ഇപ്പൊ അടുത്ത് വഫാത്തായ അഗത്തി ഉസ്താദിന്റെ ആണ്ട് 10ാമത്തതൊന്നൊന്നുമല്ല നമ്മൾ ആചരിക്കാൻ പോണത്, 1 വർഷമേ ആയിട്ടുള്ളൂ. അഗത്തി ഉസ്താദ് ഡെയിലി 300 പേജ് മുത്താല ചെയ്യും. അത് പാഷൻ എങ്ങനെ മലയാളം പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതൊരു ഭ്രാന്തോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു രസോ അങ്ങനെ ആയി മാറി.
അതിലേക്ക് നമ്മൾ എത്തുക. കിതാബ് തിരിയാതിരിക്കലൊക്കെ നമ്മളെ ഡ്യൂട്ടിയല്ല, എല്ലാം പാടെ നമ്മൾ ചെയ്യണ്ട, നമ്മൾ നോക്കിയാൽ മതി. അല്ല ചെയ്യേണ്ട പണി അല്ല ചെയ്തോളും. അങ്ങനെ ചില ആളുണ്ട്, ബാക്കി ആരൊക്കെയോ ചെയ്യേണ്ട പണി അവരും കൂടി ഏറ്റെടുക്കും. സ്വലാത്ത് റൗലയിൽ എത്തിക്കേണ്ട പണി മലക്കളുണ്ട്, അത് ഓൺലൈൻ മജ്‌ലിസ് ഒന്നും നടത്തണ്ട, അത് അവർ ചെയ്തോളും. നമ്മൾ നമ്മളെ പണി മാത്രം എടുത്താൽ മതി. നമ്മൾ കിതാബ് നോക്കിയാൽ മതി, ബാക്കിയൊക്കെ അല്ല നോക്കുക. അത്ര ഓരോ ഇമാമിങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കി നമ്മൾ അത്ഭുതപ്പെട്ടു. അവർക്ക് വലുത് ചെറുതെന്നൊന്നുമല്ല, അവർക്ക് ഇൽമ എവിടുന്നാണോ കിട്ടുന്നത് അത് അവർ വാങ്ങും. അൽ ഹിക്മത്തുൽ അല്ലത്തുൽ മുഅ്മിൻ അല്ലേ. നഷ്ടപ്പെട്ടു പോയ സ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വത്ത് ഒരു 10,000 രൂപ, 20 എണ്ണം 500-ന്റെ നോട്ടുള്ള റബ്ബർ ബാൻഡ് കൊണ്ട് ചുറ്റിയ 10,000 രൂപ ഈ സദസ്സെന്ന് കാണാതായി. അപ്പോൾ നമ്മൾ കുറേ നേരം പരതിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ തന്നെ വന്ന ഒരാളുടെ ചെറിയ കുട്ടി വീണിട്ട് ചെളിയിൽ നിന്ന് അത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കണം, ആ LKG ചോട്ടൻ്റെ അടുത്ത് നിന്ന് ഞാനാകുന്ന ഒരാൾ എങ്ങനെ വാങ്ങറബേ, മോശമല്ലേ? അങ്ങനെ ചിന്തിക്കൂലല്ലോ. ഇല്ല എന്നതുപോലെ തന്നെയാണ് അസുഫ ദർസ് ക്ലാസ് എടുക്കുന്നത് ഇപ്പം പാസ്ഔട്ടായ ബിരുദെടുത്ത ഒരു മോനാണെങ്കിലും നമ്മളവിടെ പോയിട്ടിരിക്കണം. അതിനാണ് നഷ്ടപ്പെട്ടു പോയ സ്വത്തിനെ വെച്ച് ഉദാഹരിച്ചത്. അതിന് പിന്നെയും വിശദീകരണങ്ങൾ ഫത്ഹുൽ ഖരീബുൽ മുജീബ് അഥവാ അത്തറഹീബ് അത്തറഹീബിൻ്റെ വ്യാഖ്യാനത്തിൽ അല്ലാമ ഫയ്യൂമി റഹിമഹുല്ലാഹ് എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രായമുള്ള ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പക്കാരനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് നിന്ന് ഇൽമ ഇങ്ങനെ ഇരുന്ന് കേൾക്കണത്. ആരോ ചോദിച്ചു, ഈ ചെറിയ മനുഷ്യൻ്റെ അടുത്ത് നിന്നാണോ ഇൽമ കേൾക്കണത്? ഇന്നമാ അഹ്ലക്കനൽ കിബർ, നമ്മളെ നശിപ്പിച്ച എന്നെ കിബറാണ്. ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയായ ശിഷ്യനേക്കാൾ ഈ ഉസ്താദിന് എത്ര പ്രായം കുറവുണ്ട് എന്നറിയോ? 38 വയസ്സ് കുറവാ. 38 വയസ്സ് കുറവാ. അപ്പൊ ഇൽമ എന്ന് പറയുന്നത് അത് ഒരു തടസ്സവും നമുക്ക് വരുത്തരുത്. അത് നേടിയെടുക്കുന്നിടത്തുള്ള വഴിത്താരയിൽ അല്ലെങ്കിൽ വഴിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നാണ് കുനൂത്തിൽ പോലും ഇമാം ഹറമൈനി റളിയല്ലാഹു അൻഹു ദ്വാരക്കല്. വേറെ എന്തും എനിക്ക് തന്നോ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഇൽമിന് തടസ്സാവുന്ന ഒന്നും എനിക്ക് തരരുത്. ഇതാണ് നമ്മുടെ ഒക്കെ ഒരു ഈമാനുള്ള മനുഷ്യന്മാരുടെ അടയാളമായിട്ടുണ്ടാകും. ലൻ യശ്ബഅൽ മുഅ്മിൻ മിൻ ഖൈരിൻ ഐ മിൻ ഇൽമിൻ യസ്മഉഹു. എത്ര കിട്ടിയാലും വയറ് നിറയാത്ത, ബാക്കിയൊക്കെ വയറ് അറിയും. നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് ഹോട്ടലിലുള്ള ആ സ്റ്റാഫിനോട് എന്തെന്നാ ചെങ്ങായി 10 മിനിറ്റ് ആയല്ലോ എന്നിട്ട് ചൂടാവും. ആ ചങ്ങായി മന്തി ഇട്ടു, അടിപൊളി മന്തി ഇട്ടു, അത് കഴിച്ച് കുറച്ചും കൂടി ഇടട്ടെ എന്ന് വെച്ചിട്ടു, അതും കഴിച്ച്. പിന്നെ നമ്മളോട് ചോദിക്കാണ്ടിട്ട് ഇന്നോട് ആരെ ഇതിടാൻ പറഞ്ഞ എനിക്ക് വയറ് നിറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഇതേ സ്റ്റാഫിനോട് തന്നെ നമ്മൾ ചൂടാവും. എന്തേ വയറ് നിറഞ്ഞോ? ഫുഡ് എന്നെല്ലാം പറയണതിൻ്റെ രസം നിന്നു പോകുന്നത് അതേ പ്ലേറ്റിൽ അതേ ഇൻഗ്രീഡിയൻസോട് കൂടി മസാലയുള്ള ആ ബിരിയാണി തന്നെ 10 മിനിറ്റിനുള്ളിൽ മടുക്കും എന്ന് ആര് പറയുന്നു? ഖതീബ് ഷിർബീനി തങ്ങൾ അഥവാ സ്വാഹിബുൽ മുഗ്നി വല്ലാത്ത മുവഫഖായ നേതാവാണ്. അവരുടെ സിറാജുൽ മുനീറിലുണ്ട്. ഫുഡ് അങ്ങനെയാണ്, അത് ആ കിതാബിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ, നമുക്ക് മടുക്കുന്നില്ലേ? അതെ, മുഅ്മിൻ ഇൽമ അങ്ങനല്ല, അതെ എത്ര കിട്ടിയാലും വയറ് അറിയാൻ. അതിൻ്റെ ഇടയിൽ ബിരുദെല്ലാം കിട്ടിപ്പോകുന്നതൊന്നും വലിയ സംഭവമാക്കരുത്. ബിരുദെല്ലാം ഇപ്പം എല്ലായിടത്തു നിന്ന് കിട്ടും. ഏതോ ഒരു പെൺകുട്ടീൻ്റെ ബിരുദദാന ചടങ്ങിന് പോയ ഉപ്പാക്കും അവിടുന്ന് ബിരുദം ഫ്രീ ആയിട്ട് കൊടുത്ത കാലത്ത് അതടുക്കട്ടെ. ഞാൻ പറയണത് നമ്മളൊക്കെ ഒരു ആമിയാണെന്നുള്ള ആ കൺസേണിൽ തന്നെ നമ്മൾ ജീവിക്കണം. കിതാബിൽ ആമി സാധാരണക്കാരൻ നാടൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാടന്മാർക്ക് ആയിരിക്കും ഭയങ്കര വില. നാടൻ കോഴിക്കല്ല നമ്മുടെ നാട്ടിൽ പൈസ അധികം അല്ലേ? നമ്മളെ ആമിയാണെന്ന് ചിന്തിച്ച് നമ്മളെ നല്ലോണം പഠിക്കാം, കിതാബിലങ്ങ് മുൻഹമിക്കാം. ഇതെങ്ങനെ ഷാഫി ഇമാം പറഞ്ഞ പോലെ ഇതെങ്ങാനും ഫുഡാച്ചാൽ നിങ്ങൾക്ക് വായിലിട്ടേർട്ടായിരുന്നു എന്ന് പറയേണ്ട പോലെ ഇതെങ്ങനെ പറയേണ്ടത് നമുക്ക് ആർക്കും തിരിയൂല. അങ്ങനെ ഇൽമു നാഫിയായി കിട്ടിയാൽ തീർച്ചയായിട്ടും ആൾക്ക് ഇബാദത്തിന് ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് ഹദ്ദാദ് ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത്. അതാണ് നമ്മുടെ ഉസ്താദുമാരുടെ ഒക്കെ ഇബാദത്ത് കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്, എന്തൊരു ഇബാദത്താണ്. നമ്മളേത് ഉസ്താദുമാരുടെയും ജീവിതം നോക്കി അവരുടെ ഔറാദുകളിലൊക്കെ അവർ കാണിക്കുന്ന കണിശത. ഒരു റമളാനിൽ 28 ഖത്മോദി തീർത്ത ഖുറാത്തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇക്കൊല്ലം റമളാൻ 29 ഉണ്ടായിരുന്നല്ലോ, അത് 28 പോയത്? അത് റമളാൻ 17 ബദരീങ്ങൾ ആണ്ടിന് കൂറത്ത് കുറേ മോമിനിയങ്ങൾ വിഷമം പറയാനും ബദർ മൗലിദ് ചൊല്ലാനും പങ്കെടുക്കാനൊക്കെ വന്നപ്പോൾ അന്ന് ആ ദിവസം എൻഗേജ് ആയിപ്പോയി. ഏതാ കാലം? ഷാഫി ഇമാമിൻ്റെ സതീർത്ഥ്യനാണോ ഖുറാത്തങ്ങൾ എന്ന് പറഞ്ഞാൽ? എത്രാം ആണ്ട് ആചരിക്കാൻ പോകുന്നത്? 2ാം ആണ്ട്. നോക്കി അതാണ് അത് അവരുടെ ഇൽമ എന്ന് പറയുന്നത്. അതിന് കാമ്പ് കൊടുത്തോണ്ടാണ് ആ ഇബാദത്തിന് അള്ളാഹു ഹലാവത്ത് കൊടുത്തത്. അത് വേണം.
ഷാഫി ഇമാം റളിയല്ലാഹു അങ്ങനെ തന്നെയല്ലേ. ഷാഫി ഇമാമിന്റെ ഖുർആൻ ഖത്മ് കേട്ടിട്ട് പിൽക്കാലത്ത് വന്ന അബൂബക്കർ ബിനുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എല്ലാ റമളാനിലും ഞാൻ തീരുമാനിക്കും ഈ കൊല്ലം റമളാനിൽ ഷാഫി ഇമാമിനെ പോലെ ഓതണം. എവിടെ ഓതാൻ കഴിയില്ല. പിന്നെ ഒരു കൊല്ലത്തെ അനുഭവം ഒരു റമളാൻ കഴിഞ്ഞിട്ട് പറയാം, ഞാൻ ഈ കൊല്ലം റമളാൻ അല്ലാഹുമ്മ അഹില്ലഹു ബിൽ അംനി ചൊല്ലുമ്പേ അങ്ങോട്ട് തീരുമാനിച്ച് ഇക്കൊല്ലം എന്തായാലും ഓതും ഷാഫി ഇമാമിനെ പോലെ. നടന്നിട്ടില്ല. 59 ആയിട്ടിലും ഒന്ന് കുറഞ്ഞതിനെ കരയുന്നു. ഒന്ന് കുറഞ്ഞതിന് നമുക്ക് അമലുകൾ പറ്റ കുറഞ്ഞു പോവാണ് സംഭവം. റവാത്തിബ് സുന്നത്തുസ്കാരത്തോട് താല്പര്യം കുറഞ്ഞു പോയാൽ തന്നെ പ്രശ്നമല്ലേ. ഞാൻ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്കല്ല പോണത്. രണ്ടാമത് മഹാനവറുകൾ നിരീക്ഷിക്കുന്നത് ഇബാദത്തിന് ടേസ്റ്റ് ഇല്ലാതിരിക്കുന്നതിൻ്റെ കാരണം ളുഅഫുൽ ഈമാൻ, ഈമാന് ദുർബലപ്പെട്ടു പോയി, ചെറിയ ഈമാനായിപ്പോയി, കട്ടിയുള്ള ഈമാനില്ല, തവക്കുലില്ല. എല്ലാവരും ഇൻഷുറൻസിന്റെ വേക്കിലാണ്. അല്ലാതെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ചൊല്ലിയാ പോരെ എന്നൊക്കെ ചോദിക്കൂ. അതൊക്കെ ശരി തന്നെ. എന്നാലും ഉസ്താദേ, എന്നാലും എന്തെങ്കിലും ആക്സിഡന്റ് ആയാലോ നമുക്ക് എന്ത് തവക്കൽതു അലല്ലാഹ് എന്ന് സ്റ്റിക്കർ ഒട്ടിക്കല് തീർന്ന് നമ്മൾ ഈമാനൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ. സഹാബി ഇമാമന് 14 മക്കൾ മരിച്ചുപോയി. മൂഡ് ഓഫിൻ്റെ ഇമോജി ഇല്ല, കരീൻ ഇമോജി ഇല്ല, ഒന്നുമില്ല. അതൊക്കെ അള്ളാഹു എടുത്ത് അന്നു അള്ളാഹു കൊടുത്തു. ആ ഒരു എന്താ ഈമാൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഈമാൻ എന്ന് പറയണത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് ഇടുന്ന സാഹചര്യത്തെ വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും. തീയുടെ തൊട്ടു മുമ്പിൽ മുകളിലെത്തിയപ്പോൾ തീ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വെച്ചില്ല, എന്തേലും ആവശ്യമുണ്ടോ? ഒന്നുമില്ല, ഏൽപ്പിക്കേണ്ട ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിനാണ് ഹസ്ബുനല്ലാഹ് എന്ന് പറയുക. ഹസ്ബുനല്ലാഹ് നമ്മളത് ചൊല്ലുമ്പം വരെ ആരെങ്കിലും സ്വയ്പാക്കി ഇന്നത്തെ മജ്ലിസിന് ചീരണി കുറവാന്ന് പറഞ്ഞാൽ തന്നെ ടെൻഷനാവും. ഹസ്ബുനല്ലാഹ് അതെങ്ങനെയാ ശരിപ്പെടുത്തേണ്ടത് എന്ന് മഹാൻ പറയുന്നുണ്ട്. ഈ ളുഅഫുൽ ഈമാൻ എങ്ങനെയാ പരിഹരിക്കേണ്ടത്? അത് മുലാസമത്തുൽ അഅ്മാലി സ്വാലിഹ, കുറേ അമൽ ചെയ്യുമ്പോൾ ഈമാൻ ഈമാൻ യസീദു വയൻഖുസു എന്നല്ലേ, ഈമാൻ ഇങ്ങനെ കൂടിക്കൊണ്ട് ഉറപ്പല്ലേ. മടവൂരോ മമ്പുറത്തൊക്കെ സിയാറത്ത് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ആരെങ്കിലും ഒരു ബെൻസ് അനങ്ങാണ്ടൊക്കെ എന്ത് ബെൻസ് കാർ ഈമാനോട് മരിക്കും. അത് ആ സിയാറത്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഉണ്ടാവും. അത് ആ സിയാറത്തിൻ്റെ ഫലമാണ് ഈമാനു യസീദു എന്ന് പറയുന്നത്. അങ്ങനെ നിരന്തരം നല്ല അമൽ ചെയ്താൽ ഇങ്ങനെ അത് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ ഒരു കാര്യം. മൂന്നാമത്തത് മഹാനവറുകൾ നിരീക്ഷിക്കുന്നതിൻ്റെ ഒരു കാര്യം തൂലുൽ അമലാണ്. നീണ്ട കുറേ ആഗ്രഹം, അത് വേണം ഇത് വേണം. അതിന് മലയാളത്തിൽ ആർത്തി എന്നാ പറയാ. ആർത്തിനെ എങ്ങനെ ഡെഫിനിഷൻ പറയുക എന്ന് എനിക്കറിയില്ല, എന്നാലും ഉദാഹരണം പറഞ്ഞു. ഇത് ഖനാഅത്ത് എന്ന് പറഞ്ഞ മധ്യത്തിലുള്ള സാധനം, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ഉള്ളത് വേണം, വേറൊന്നും വേണ്ട. A+ ഗ്രേഡുകാരാണ് സുഹൃദ്, ലാസ്റ്റ് തോറ്റവരാണ് ഹിർസ്, അലച്ച എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഗ്രേഡുകാർ സുഹൃദ് എന്ന് പറഞ്ഞാൽ അയല മൻസിബ എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട. അതിൻ്റെ ഗ്രൂപ്പ് അഡ്മിൻ ഇബ്രാഹിം അദം തന്നെ. രണ്ടാമത്തത് ഉള്ളത് വേണം, അത് വേണം. അതാണ് ഖനാഅത്ത് എന്ന് പറഞ്ഞത്. ഇഷ്ഖനു അൻ ബിലാ ഹിർസിൻ വലാ തമഅ. മൂന്നാമത്തെ ടീമാണ് അലച്ച മന്തി അല്ലെങ്കിൽ നെയ്ച്ചോറ്, ദോശ, പത്തല് കഴിച്ചാൽ പിന്നെയും ചോദിക്കും പുഡിങ് ഇല്ലേന്ന്. അല്ല, അങ്ങനെ മധുരം കുറച്ചതാണ്. പിന്നെ ഉസ്താദ് തന്നാൽ പിന്നെ മോശമല്ലേ, വാങ്ങാതിരിക്കലിന് എന്തെങ്കിലും ഒരു വജുഹും ഉണ്ടാവും അതിന്. അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും തിന്നിട്ടുള്ള ബത്തക്കൻ്റെ തളിക കൊണ്ടുപോകുമ്പോൾ ഒന്ന് തിന്നിട്ടേ നമ്മൾ പോകും. ഇതൊരു സംഗതിയാണ്. അത് എല്ലാത്തിലും ഉണ്ടാവും സംഭവം, എല്ലാത്തിലും ഉണ്ടാവും ഒരു അലച്ച. അത് നമുക്ക് വന്നോ? നമുക്ക് ഈ സംഗതി ശരിക്കും പറഞ്ഞാൽ ഈ ഇഹ്യാ ഉലൂമുദ്ദീനും അവാരിഫുൽ മാരിഫും അദിക്കയും ഏത് ലോകത്തെ കിതാബ് എഴുതിയത് ദുനിയാവിനെ ഹൃദയത്തിൽ നിന്ന് ഡിലീറ്റ് ആക്കാനാണ്. വേറെന്താ ഇപ്പോൾ താല്പര്യമുള്ള ഈ കിതാബിൻ്റെ ഒക്കെ വൽഹാസിൽ എന്താ? ഇതൊക്കെ ഇങ്ങനെ അർത്ഥം വെച്ച് പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാണ്ട്. വെറുതെ എമ്പകി അത്യാവശ്യമാണ് അല്ല യുസീല നീക്കാതിരിക്കൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അർത്ഥം വെച്ച് പോയാൽ പോരല്ലോ. ഇതിൻ്റെ ഉൾക്കാമ്പ് എന്താണ്? ദുനിയാവിനെ ഹൃദയത്തിൽ നിന്ന് ഡിലീറ്റ് ആക്കുക, അത്ര. അതാണ് വേണ്ടത്. അതാണ് യഹ്യ ഇബ്നു മുആദ് റാസി റളിയല്ലാഹു അൻഹു നമ്മളോടായി പറയുന്ന ഒരു വർത്താനാണ്. ദിയാറുക്കും ഹാമാനിയ, നിങ്ങളെ വീടൊക്കെ വല്ല ഹാമാ മുതലാളിയുടെ വീടാണല്ലോ. വ മലാബിസുക്കും കാറൂനിയ, ഡ്രസ്സൊക്കെ ഭയങ്കര കാറൂന്റെ ഡ്രസ്സുമാണല്ലോ. വീട് ഹാമാന്റെ, ഡ്രസ്സ് കാറൂന്റെ, അതുപോലെ മറ്റു സൗകര്യങ്ങൾ ഫിറൗന്റെ. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് യഹ്യ ഇബ്നു മുആദ് റാസി റളിയല്ലാഹു അൻഹു പറയാ ഫൈന സുന്നത്തുൽ മുഹമ്മദിയ്യ,
റസൂൽ എടുത്തോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിതങ്ങളെയല്ലേ നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. അത് വേണം. നീണ്ട കുറേ ആഗ്രഹങ്ങൾ. ബൈക്കിൽ പോകുന്നക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. എന്ത്? അയാൾക്ക് പണ്ടൊരാഗ്രഹം ഉണ്ടായിട്ടുണ്ടാവുക, ഒരു ബൈക്കാറ്റും കിട്ടിയെങ്കിൽ ഈ ബസ് ഇങ്ങനെ കാത്തിക്കുന്ന ആ സൂക്കട് വേണ്ടല്ലോ അല്ലെ, അങ്ങനെ ഉണ്ടാവും. ബൈക്ക് കിട്ടിയാൽ പിന്നെ ഈ മഴക്കാലത്തല്ലേ ബൈക്ക് ഒരു 800 ആൾട്ടോ എങ്കിലും കിട്ടണം. അത് കിട്ടിയാൽ വിചാരിക്കല് കാലുമുട്ട് ഇവിടെ കുത്തിയിട്ട് നിൽക്കാനും ഇരിക്കാനും കഴിയുന്നില്ല. ഒരു ഏറ്റവും റീഡ്സെങ്കിലും ഇന്നോവ ക്രിസ്റ്റോ ഒന്നും വേണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തുണ്ടാവും. ഈ അയാൾക്ക് ഹെലികോപ്റ്റർ കിട്ടിയാലും മൂന്നാമതൊരു താഴ്വര സ്വർണ്ണാവണം എന്ന് ആഗ്രഹം ഉണ്ടാവുന്ന ഹദീസ് പറയണ. മൂന്നാമതൊരു താഴ്വര സ്വർണ്ണാവട്ടെ. ഈ സാധനം ഇല്ലാതിരിക്കണം. അതിനെന്താ മാർഗം? മഹാനവറുകൾ പറയണത് എപ്പോഴാണ് മരിക്കുക എന്നുള്ള ആ ഒരു ചിന്ത ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കണം. നമ്മളൊക്കെ ഈ സിറാത്ത് പാലത്തിൽ കയറുമ്പോൾ കോടിക്കണക്കിന് ജനങ്ങൾ പാലത്തിൽ നിന്ന് വീണിട്ടുണ്ടാവും. ബേക്കിൽ കോടിക്കണക്കിന് ആൾ കയറാനും ഉണ്ട്. നമ്മൾ വലത്തേക്കാലം എടുത്തു വെച്ചിട്ട് എന്ത് ദൈവത്തിൽ ഇടത്തേക്കാലും വെക്കുക. ഉമ്മമാരോടും കൂടിയാ പറയണത്. ചിലപ്പോൾ ഉസ്താദ്മാരുടെ ഭാര്യയായാൽ നീണ്ട കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയ ഹിജാബ് കാലോറടി ഇടൂല, കയ്യോറടി ഇടൂല. അതൊന്നും പാടില്ല. അതൊക്കെ മറക്കണം. എപ്പോഴാണ് നമ്മളെ മരണം വരിക എന്ന് നമുക്കറിയില്ലല്ലോ. ആ അർത്ഥത്തിൽ നമ്മൾ ഈ നീണ്ട ആഗ്രഹങ്ങൾ, തൂലുല്ലമൽ എന്ന് പറയുന്ന സംഗതിയെ കുറക്കണം. മഹാനവറുകൾ നമ്മളൊക്കെ നേരിടുന്ന ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തിട്ട് നാലാമത്തെ ഒരു പ്രശ്നം, അതിൻ്റെ ഉത്തരവും പറയണത് ശുബ്ഹാത്തുകൾ നമ്മുടെ വയറ്റിൽ കടക്കാതിരിക്കാനുള്ള ജാഗ്രത വേണമെന്നാണ്. എവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെയും അതിൻ്റെ ഒരു സൂക്ഷ്മത വേണം. നമ്മുടെയൊക്കെ കേരള ഉലമയിൽ വലിയ അസറുള്ള വാഇളുമാരാണല്ലോ, പേരോട് ഉസ്താദ്, ഫാറൂഖ് നഈം ഉസ്താദ്, അവരൊക്കെ അതിൽ കാണിക്കുന്ന ഒരു സൂക്ഷ്മത കണ്ടാൽ നമ്മളും അത്ഭുതപ്പെടും. സത്യത്തിൽ നോൺ വെജ് കഴിക്കാത്തതുകൊണ്ടൊന്നല്ല, പക്ഷെ അത് അവർ കാണിക്കുന്ന ഒരു സൂക്ഷ്മതയാണ്. ആ സൂക്ഷ്മത നമുക്കുണ്ടാവണം. ഭക്ഷണത്തിൽ സൂക്ഷ്മത നമുക്ക് കുറഞ്ഞാൽ വേഗം സൂഉൽ എന്ന രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആരെ കണ്ടാലൊരു വേറൊരു വിചാരമായിരിക്കും. അയാൾ സ്റ്റേജിൻ്റെ ആളാണ്, അയാൾ ഉസ്താദ്മാരുടെ മുമ്പിൽ വലിയ ആളാവാൻ കളിക്കുന്ന ആളാണ്, അയാളെ മൊത്തത്തിൽ എനിക്ക് പണ്ടേ പിടിക്കില്ല. പിന്നെ മൊത്തത്തിൽ എനിക്ക് പിന്നെ ആരെ കണ്ടാലും വേഗം മനസ്സിലാവും ചെയ്യും. ഈ രോഗം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹലാലല്ലാത്ത എന്തോ ഒരു സംഗതി വയറ്റിലെത്തിയതുകൊണ്ടാണെന്ന് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നുണ്ട്. അള്ളാ എന്ന പേരാണ് ഇസ്മുൽ ജലാലാന്ന് ഒരുപാട് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്നിട്ടും എന്തേ അള്ളാ അള്ളാ എന്ന് നമ്മൾ അള്ളാഹു എന്ന് മലയാളത്തിൽ പോലെ ദ്വാരന്നിട്ടും ഉത്തരം കിട്ടാത്തത് എന്നുള്ളൊരു ചർച്ചയിൽ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് ശറബ് അഫ്ളൽ എഴുതി വെച്ചില്ലേ. അതൊന്നും ഈ കഴിക്കുന്ന ഭക്ഷണം മര്യാദയ്ക്ക് ഹലാലാവുന്നില്ല. അതാണ് പ്രശ്നം. നബിയെ എനിക്ക് ദുആയിന് ഉത്തരം കിട്ടണമെന്ന് സ്വഹാബിമാർ പറയുമ്പോൾ അത്തിബ് മത്വാമക്ക, മോനെ കഴിക്കുന്ന ഫുഡ് ഹലാലാക്കി കളി എന്നല്ലേ പറയണം. എന്തുകൊണ്ടാണ് ചില നാട്ടിൽ കുറേ മഹാന്മാരുടെ മക്ബറ, ചില നാട്ടിലൊന്നും തീരെ മഹാന്മാരുടെ ഒരു ചരിത്രത്തിൻ്റെ ഒരു തുമ്പ് പോലും കിട്ടണില്ലല്ലോ. അറബ് രാജ്യത്ത് തന്നെ എടുത്തു നോക്കിയാൽ കിട്ടൂല. ചില നാട്ടിൽ ഒരുപാട് സ്വാലിഹീങ്ങളുണ്ടാവും. ഈജിപ്തിലൊക്കെ പോയാൽ മുതലാവും. അത്രമാത്രം മഹാന്മാരുണ്ട് സിയാറത്ത് ചെയ്യാൻ. അതെന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഫത്താവുൽ കുബ്രയിൽ പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മഈഷത്തിൻ്റെ വഴി പ്യുവർ ഹലാലായിരിക്കും. ഒന്നെങ്കിൽ മത്സ്യബന്ധനം അല്ലെങ്കിൽ കൃഷി, വേറൊന്നും കലർപ്പുകളില്ലാത്ത ഫുഡായിരിക്കും. ആ ഹലാല് കഴിക്കുന്ന നാട്ടിലായിരിക്കും സ്വാലിഹീങ്ങൾ വർദ്ധിക്കുക. നമ്മളെ നാട്ടിൽ ഹലാല് വീട്ടിലുണ്ടായാൽ അതിനൊരു എന്താ പറയുക, സ്വാലിഹീങ്ങളുടെ ഒരു പരമ്പര ഉണ്ടാവുമെന്ന് ഗസാലി ഇമാം പഠിപ്പിച്ച പോലെ നമുക്ക് ഇൽമു നാഫിയാക്കാൻ ഇതൊക്കെ അതിൻ്റെ മാനദണ്ഡമായി ഹദ്ദാദ് ഇമാം പഠിപ്പിക്കുന്നുണ്ട്.